ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പൂർത്തിയായി. 5 മണിവരെ 58.34% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ചൊവ്വാഴ്ചയാണ് വോട്ടെണ്ണൽ. വിഷ്ണു താലപൂർ ചേരുകയാണ്. വിഷ്ണു, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയ ഈ ഘട്ടം പൂർത്തിയായിരിക്കുന്നു. ഇനിയിപ്പോൾ പ്രവചനങ്ങളാണ്. എക്സിറ്റ് പോളുകൾ അല്പസമയത്തിനകം വരും. ഈ അവസാന ഘട്ടത്തിലെ പോളിംഗ് ശതമാനം, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, പോളിംഗ് ശതമാനം നൽകുന്ന സൂചനകൾ എന്തൊക്കെ? അസത, ഏതായാലും 6 മണിവരെ ഇപ്പോൾ പോളിംഗ് അവസാനിച്ചിരിക്കുകയാണ്. 5 മണിവരെയുള്ള കണക്കനുസരിച്ചുകൊണ്ട് 58.34% പോളിംഗ് ആണ് രേഖപ്പെടുത്തുന്നത്. അതിൽ തന്നെ ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ബീഹാറിലാണ്. 48.86% പോളിംഗ് ആണ് ബീഹാറിൽ രേഖപ്പെടുത്തുന്നത്. ചണ്ഡീഗഡിൽ 62%, ഹിമാചൽ പ്രദേശിൽ 66%, ജാർഖണ്ഡിൽ 67%, ഒഡീഷയിൽ 62%, പഞ്ചാബിൽ 55%, ഉത്തർപ്രദേശിൽ 54%, അതോടൊപ്പം തന്നെ ബംഗാളിൽ 69.89% ഇപ്പോൾ ഒരു പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ഘട്ടങ്ങളിലൊക്കെ പോലെ തന്നെ ബംഗാളിൽ തന്നെയാണ് ഇത്തവണയും 7ാം ഘട്ടത്തിലും ഏറ്റവും കൂടുതൽ ഒരു പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത്. 70% പോളിംഗ് ആണ് 5 മണിവരെയുള്ള കണക്കനുസരിച്ചുകൊണ്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ 7 ഘട്ടങ്ങളും ഇവിടെ അവസാനിക്കുകയാണ്. ഇനി എല്ലാ ഘട്ടങ്ങളും 4ാം തീയതിയിലത്തെ വോട്ടെണ്ണലിലേക്കാണ് പോകുന്നത്. അതോടൊപ്പം തന്നെ അല്പസമയത്തിനകം എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ പുറത്തുവരും. 6:30 എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ പുറത്തുവരിക. കഴിഞ്ഞ 2019 NDA 353 സീറ്റുകൾ നേടിയപ്പോൾ BJP 303 സീറ്റുകൾ BJPക്ക് നേടാൻ കഴിഞ്ഞിരുന്നു. UPA 91 സീറ്റ് നേടിയപ്പോൾ കോൺഗ്രസിന് 52 സീറ്റുകളായിരുന്നു കഴിഞ്ഞ 2019 നേടാൻ കഴിഞ്ഞത്. പക്ഷേ അവിടെ നിന്നൊക്കെ തന്നെ സാഹചര്യം വ്യത്യസ്തമാണ് എന്ന് തന്നെയാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണി രൂപീകരിച്ചുകൊണ്ട് BJPക്കെതിരെ ശക്തമായിട്ടൊരു പോരാട്ടം നടത്താൻ ഇവർക്ക് പ്രതിപക്ഷത്തിന് കഴിഞ്ഞിരുന്നു. എന്തായാലും അല്പം മുന്നേ ഇന്ത്യ മുന്നണിയുടെ യോഗം കൂടി ചേർന്നിരുന്നു. ഇന്ന് വൈകിട്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ ചേർന്ന ഇന്ത്യ മുന്നണിയുടെ യോഗത്തിൽ ഈ തെരഞ്ഞെടുപ്പ് അടക്കം വിലയിരുത്തുകയും അതിനുശേഷം ഒരു വിലയിരുത്തലിലേക്ക് എത്തിയിരിക്കുന്നത് 295 സീറ്റിലധികം ഇന്ത്യ മുന്നണി നേടും എന്നൊരു വിലയിരുത്തലിലേക്ക് തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാക്കളൊക്കെ തന്നെ എത്തി നിൽക്കുന്നത്. പ്രതിപക്ഷ മുന്നണിയിലെ പ്രമുഖ നേതാക്കളൊക്കെ തന്നെ ഇന്ന് വൈകിട്ട് നടന്ന യോഗത്തിൽ പങ്കെടുത്തിരുന്നു. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, അതോടൊപ്പം തന്നെ അഖിലേഷ് യാദവ് ഉൾപ്പെടെ അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള നേതാക്കളാണ് ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തത്. ആ യോഗത്തിലാണ് 295 സീറ്റുകൾ ഇന്ത്യ മുന്നണി നേടുമെന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ പോളിംഗ് നടന്ന എല്ലാ ഘട്ടങ്ങളിലും കുറവ് പോളിംഗ് ശതമാനമാണ് 2019 അപേക്ഷിച്ച് രേഖപ്പെടുത്തിയത്. 65% മണ്ഡലങ്ങളിലും പോളിംഗ് കുറഞ്ഞു എന്നായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്ന കണക്ക്. ഇപ്പോൾ ഇന്ത്യ മുന്നണി 295 സീറ്റുകൾ പ്രതീക്ഷിക്കുന്നു. BJP ആകട്ടെ 400+ ആണ്. ഈ കുറഞ്ഞ പോളിംഗ് ശതമാനം മുന്നണികൾ ഏത് നിലയിലാണ് വിലയിരുത്തുന്നത്? പൊതുവിൽ BJPക്ക് ഇത് തിരിച്ചടിയാകുമെന്ന് ദേശീയ തലത്തിൽ തന്നെയുള്ള വിലയിരുത്തലുകളുണ്ട്. അതാണോ 295 എന്ന കണക്കിലേക്ക് ഇന്ത്യ മുന്നണി എത്തുന്നതിന്റെ പ്രധാന കാരണം? അസത, തീർച്ചയായിട്ടും BJPയെ സംബന്ധിച്ച് ഈ ഒരു പോളിംഗ് ശതമാനം കുറഞ്ഞത് വലിയൊരു ആശങ്കയെ തന്നെയാണ് നിലനിൽക്കുന്നത്. കാരണം ആദ്യഘട്ടത്തിന് മുന്നേക്ക് തന്നെ BJP മുന്നോട്ട് വെച്ച അവകാശവാദം എന്ന് പറയുന്നത് 400 സീറ്റിലധികം ഇത്തവണ നേടും എന്നതായിരുന്നു. പക്ഷേ ആദ്യ 2 ഘട്ടങ്ങളിൽ പോളിംഗ് ശതമാനം കുറഞ്ഞത് BJP പാളയത്തിൽ തന്നെ വലിയൊരു ആശങ്ക ഉണ്ടാക്കുകയും അതിനുശേഷമാണ് പ്രധാനമന്ത്രി നേരിട്ട് തന്നെ വലിയ തലത്തിലുള്ള വർഗീയ പ്രചരണം, പ്രത്യേകിച്ച് മുസ്ലിം വിരുദ്ധത അടക്കം ആളിക്കത്തിച്ചുകൊണ്ട് ഒരു പ്രചരണം പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. പക്ഷേ എന്നിട്ട് പോലും പോളിംഗ് ശതമാനം അല്ലെങ്കിൽ ആളുകളെ ഉത്തരേന്ത്യയിലടക്കം ആളുകളെ ബൂത്തുകളിലേക്ക് എത്തിക്കാൻ BJPക്ക് കഴിയാതെ പോകുന്ന സാഹചര്യം തന്നെയാണ് ഉണ്ടായിരുന്നത്. എന്തായാലും അതൊക്കെ തന്നെ വിലയിരുത്തിക്കൊണ്ടാണ് 295 സീറ്റ് നേടുമെന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് ഇന്ത്യ മുന്നണി ഇപ്പോൾ എത്തി നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലൊക്കെ തന്നെ ഇത്തവണ തെരഞ്ഞെടുപ്പിലേക്ക് പോയപ്പോൾ സാഹചര്യം വളരെയധികം വ്യത്യസ്തമായ സാഹചര്യമായിരുന്നു. 2019 നിന്ന് വലിയ വ്യത്യാസം ഈ ഒരു 2024 എത്തുമ്പോഴുണ്ട്. പ്രത്യേകിച്ച് ഹരിയാന, പഞ്ചാബ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കർഷക പ്രതിഷേധം അതിശക്തമായി തന്നെ BJPയെ ബാധിച്ചിട്ടുണ്ട്. ഹരിയാനയിൽ 10 സീറ്റും പഞ്ചാബിൽ 13 സീറ്റുമാണുള്ളത്. ഇത്തവണ പഞ്ചാബിൽ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ BJPയും അതോടൊപ്പം തന്നെ സഖ്യകക്ഷിയായിരുന്ന ശിരോമണി അകാലിദൾ
കൂടി 4 സീറ്റുകൾ നേടിയിരുന്നു. പക്ഷേ ഇത്തവണ ശിരോമണി അകാലിദളുമായിട്ടുള്ള സഖ്യം പോലും വേർപെടുത്തിക്കൊണ്ടാണ് BJP പഞ്ചാബിൽ മത്സരിക്കുന്നത്. അവിടെ പോലും സ്ഥാനാർത്ഥികൾക്ക് കൃത്യമായി പ്രചരണത്തിന് ഈ കർഷക പ്രതിഷേധമൊക്കെ കാരണം പ്രചരണത്തിന് ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യം പഞ്ചാബിൽ നമ്മൾ കണ്ടതാണ്. ആ സമാന സാഹചര്യം ഹരിയാനയിലും നമ്മൾ കാണുകയുണ്ടായി. ഈ ഒരു സാഹചര്യം ഉത്തരേന്ത്യയിൽ മുഴുവൻ അലയടിക്കുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി നമുക്ക് ഇത്തവണ കാണാൻ കഴിയുന്നത്. എന്തായാലും അതൊക്കെ തന്നെയാണ് BJPക്ക് വലിയ തലത്തിലൊരു തലവേദന സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കൃത്യമായി തന്നെ പറയേണ്ടി വരും. അതുകൊണ്ടാണ് കഴിഞ്ഞ തവണ നേടിയ 303 സീറ്റ് പോലും BJP ഇത്തവണ ഒറ്റയ്ക്ക് നേടില്ല എന്നൊരു വിലയിരുത്തലിലേക്ക് പ്രതിപക്ഷം സഖ്യം ഇന്ത്യ മുന്നണി എത്തി നിൽക്കുന്നത്. അതിൽ തന്നെ ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ശക്തമായിട്ടൊരു പോരാട്ടം നടക്കുമ്പോൾ ഇന്ത്യ മുന്നണി ശക്തമായി തന്നെയാണ് ബീഹാറിൽ ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. ഇന്ത്യ മുന്നണിയിൽ നിന്ന് BJPക്ക് ഒരു ആശ്വാസം എന്ന് പറയുന്നത് നിതീഷ് കുമാറിനെ അടർത്തിയെടുത്ത് തിരിച്ച് NDA പാളയത്തിലേക്ക് കൊണ്ടുവരാൻ BJPക്ക് കഴിഞ്ഞിരുന്നു. പക്ഷേ അത് ഇത്തവണ കൃത്യമായി തന്നെ വില പോകില്ല അല്ലെങ്കിൽ നടപ്പാകില്ല എന്നതാണ് ഇന്ത്യ മുന്നണി ചൂണ്ടിക്കാട്ടുന്നത്. കഴിഞ്ഞ തവണ ഈ ഒരു 40 സീറ്റ് ബീഹാറിലെ 40 സീറ്റിൽ 39 സീറ്റുകൾ NDAക്ക് നേടാൻ കഴിഞ്ഞിരുന്നു. BJP 17 സീറ്റും JDU 16 സീറ്റുമാണ് കഴിഞ്ഞ തവണ ഇത്തരത്തിൽ ബീഹാറിൽ നേടിയത്. പക്ഷേ ഇത്തവണ അത്തരമൊരു കണക്കുകൂട്ടലിലേക്ക് ബീഹാറിൽ പോകില്ല എന്നത് തന്നെയാണ് ഇന്ത്യ മുന്നണി ഒരു വിലയിരുത്തലിലേക്ക് എത്തിയിരിക്കുന്നത്. അതോടൊപ്പം UPയിലും മറ്റ് മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും BJPയുടെ സീറ്റുകൾ കുറയുമെന്ന ഒരു വിലയിരുത്തലിലേക്കും ഇന്ത്യ മുന്നണി എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് എന്തായാലും 7 ഘട്ടങ്ങളിലായി നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പ്രക്രിയ ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. 7ാം ഘട്ടത്തിലും 2019 അപേക്ഷിച്ച് കുറവ് പോളിംഗ് രേഖപ്പെടുത്തുന്നു. പക്ഷേ ആത്മവിശ്വാസത്തിലാണ് മുന്നണികൾ. അല്പസമയത്തിനകം തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നു തുടങ്ങും. വിഷ്ണു തലവൂറാണ് വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട സമഗ്ര വിവരങ്ങൾ നൽകിയത്.